ഒരു പോലീസ് സ്റ്റേഷനിലെ വീട്ടിലൂണിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതായത് പോലീസുകാർ സ്വന്തം വീട്ടിൽ നിന്ന് തയ്യാറാക്കി കൊണ്ടുവരുന്ന ഉച്ചഭക്ഷണം ആ പോലീസ് സ്റ്റേഷനിലെ എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കുകയാണ്. കൊല്ലം ചവറ പോലീസ് സ്റ്റേഷനിലാണ് ഈ സ്നേഹഭക്ഷണം. ഉച്ചയ്ക്ക് 1 മണിയോടെ ചവറ പോലീസ് സ്റ്റേഷനിലെ കോൺസ്റ്റബിൾമാർ മുതൽ SHO വരെയുള്ളവർ വിശ്രമമുറിയിൽ ഹാളിലാകും. വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന സ്നേഹഭക്ഷണം പങ്കിടാൻ. ഉച്ചഭക്ഷണത്തിന് മുന്നിൽ ഇവിടെ തസ്തികകളിലെ വലിപ്പച്ചെറുപ്പമില്ല. സ്റ്റേഷനിൽ 43 പോലീസുകാരുണ്ട്. ഉച്ചസമയത്ത് 20-ൽ കുറയാത്ത ഉദ്യോഗസ്ഥർ ഭക്ഷണം കഴിക്കാനുണ്ടാകും. മിക്കവരും വീട്ടിൽ നിന്ന് ഭക്ഷണം കൊണ്ടുവരുന്നവർ. എന്നാൽ ഒരുമിച്ച് ഭക്ഷണം പങ്കിട്ട് കഴിച്ചാലോ എന്ന ആശയം മുന്നോട്ട് വന്നു. എല്ലാ ഉദ്യോഗസ്ഥരും ഒരേ സ്വരത്തിൽ സമ്മതം മൂളി. അങ്ങനെയാണ് ഈ വിശ്രമമുറിയിൽ വീട്ടിലൂണിൻ്റെ ഗന്ധം പരന്നത്. ഇതുകൊണ്ടുള്ള അനുഭവം ഞാൻ ഈ പോലീസ് സ്റ്റേഷനിൽ വന്നാണ് കാണുന്നത്. ഉച്ചയൂണ് എല്ലാവരും വീടുകളിൽ കൊണ്ടുവരുന്ന ഉച്ചയൂണ് ഇവിടെ കൊണ്ടുവന്ന് പരസ്പരം ഷെയർ ചെയ്യുകയും ഊണ് കൊണ്ടുവരാത്തവർക്ക് അവർക്ക് കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നത് നല്ലൊരു എക്സ്പീരിയൻസാണ്. നമ്മുടെ ഡ്യൂട്ടിക്കിടയിലുണ്ടാകുന്ന മാനസികമായ പെരുമുറുക്കൾ മാറുന്നതിനും മറ്റും വളരെ ഉപകാരപ്രദമാണ്. ചിലർ മുളകിട്ട മീൻകറിയുമായി വരുമ്പോൾ മറ്റു ചിലരുടെ പൊതിച്ചോറിൽ വറുത്തരച്ച ചമ്മന്തിയും അച്ചാറുമാകും. തൂഷനിലയിൽ പൊതിഞ്ഞുകൊണ്ടുവരുന്ന ഉച്ചയൂണ ഗൃഹാതുര സ്മരണയോടെ അവർ പങ്കിടും. ഊണ് കഴിക്കാൻ വേണ്ടി അങ്ങ് ചെന്നപ്പോൾ അവിടെ കുറേ പേര് എല്ലാവരും ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല, ഒരു സ്റ്റേഷനിലും കാണാത്ത രീതിയിൽ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് കഴിക്കുന്നു. അതുപോലെ എനിക്ക് ഫുഡ് ഉണ്ടായിരുന്നില്ല, ആ കൂട്ടത്തിൽ ഞാനും ഒരാളായി. ഇപ്പോൾ ഞാനും സ്ഥിരം അതിൻ്റെ ആളാണ്. നമുക്കതൊരു ഭയങ്കര എൻജോയ്മെൻ്റ് ഉള്ള സമയമാണ്. അതായത് ഈ എല്ലാ സ്ട്രെസ്സിൻ്റെ ഇടയ്ക്കും ഇത്രയും പോലീസുകാർ ഒരുമിച്ച് കൂടി വിശേഷങ്ങൾ പറഞ്ഞ് അവരവരുടെ വീട്ടിലെ ഫുഡ് പങ്കുവെച്ച് കഴിക്കുന്നത് അത് വല്ലാത്തൊരു അനുഭവമാണ്. നമ്മൾ പഴയ കോളേജ് കാലങ്ങളിലേക്ക് പോകുന്നവർ വളരെയേറെ ജോലി സമ്മർദ്ദം അനുഭവിക്കുന്നവരാണ് പോലീസ് ഉദ്യോഗസ്ഥർ. എല്ലാ ദിവസവുമുള്ള സ്നേഹഭക്ഷണം ജോലി സമ്മർദ്ദം കുറയ്ക്കുവാനും ബന്ധങ്ങൾ ദൃഢമാക്കാനും വഴിയൊരുക്കുന്നുണ്ട്. മാതൃഭൂമി ന്യൂസ്, കൊല്ലം. കണ്ണൻ നായരാണ് നമ്മുടെ കൂടെയുള്ളത്. കണ്ണൻ, ഉറപ്പായിട്ടും ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ ഓരോരുത്തരും നമ്മുടെയൊക്കെ പഴയ സ്കൂൾ കോളേജ് കാലഘട്ടത്തിലോട്ട് ഒന്ന് പോയിരിക്കും എന്നുള്ളത് ഉറപ്പാണ്. ഉച്ച സമയത്ത് എല്ലാവരും കൂടെ ഒരുമിച്ച് ഓരോരുത്തരുടെയും പാത്രത്തിലും ഇലയിലും ഒക്കെ കൈയിട്ട് വാരി കഴിച്ച് അത്രത്തോളം വലിയ സന്തോഷം നിറഞ്ഞ നിമിഷങ്ങളായിരുന്നു. ഇപ്പോഴും അതൊന്നും മറക്കാൻ പറ്റാതെ മനസ്സിൽ നിൽക്കുന്ന ഒന്നാണ്. അതാണ് ഈ ദൃശ്യത്തിന്റെ പ്രത്യേകത. പിന്നെ പോലീസുകാരെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് സമ്മർദ്ദം നിറഞ്ഞ ജോലിയാണ്. വലിപ്പച്ചെറുപ്പം ഒന്നുമില്ലാതെ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. അതൊക്കെയല്ലേ ഒരു സന്തോഷം. ഈ ഒരു ദൃശ്യങ്ങളും കാഴ്ചകളും ഒക്കെ കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് പഴയ ഒരു കാലമാണ്. കോളേജിൽ പഠിക്കുന്ന സമയത്ത് നമ്മൾ ക്ലാസ് മുറിയിൽ ഇരുന്ന് എല്ലാവരും കൂടി ചേർന്നിരുന്ന് ഭക്ഷണം കഴിക്കുക, ഓരോ ആൾക്കാരുടെ പാസത്തിരുന്ന് കൈയിട്ട് വാരി കഴിക്കുന്ന ഒരു സന്തോഷമുണ്ട്. അതിന് സമാനമായ ഒരു കാഴ്ചയാണ് ഇപ്പോൾ ചവറ പോലീസ് സ്റ്റേഷനിൽ നമുക്ക് കാണാൻ സാധിച്ചത്. എനിക്ക് അങ്ങനെയാണ് മനസ്സിൽ തോന്നിയത്. ഇപ്പം സാധാരണ ക്യാൻറ്റീനിലാണെങ്കിൽ പോലും എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് കഴിക്കുന്ന സമയത്ത് പരസ്പരം പങ്കിട്ട് കഴിക്കുന്ന ഒരു രീതി കോളേജ് പഠനകാലത്തൊക്കെ ഉണ്ടായിരുന്നു. അതേ രീതിക്ക് സമാനമായ രീതിയിലാണ് ആ ചവറയിൽ പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ 43 ഉദ്യോഗസ്ഥരുണ്ട്. SHO അടക്കം 43 ഉദ്യോഗസ്ഥരുണ്ട്. അവരെല്ലാവരും പരസ്പരം ഒരു ഉച്ചയാകുമ്പോഴേക്കും ആ സ്റ്റേഷനിലുള്ള ആൾക്കാർ, പരമാവധി ആൾക്കാർക്ക് വന്നെത്താൻ വരുന്ന ആൾക്കാർ വരുന്നത് വരെ കാത്തിരുന്ന് എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ്. അതായത് ഒരു വീട്ടിൽ രാവിലെ ആയാലും ഉച്ചയ്ക്കായാലും വൈകിട്ടായാലും കുടുംബമായിട്ടിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ അവർ തമ്മിലുള്ളൊരു മാനസികമായിട്ടുള്ള ദൃഢത ഉണ്ടാകുമെന്നുള്ളതാണ് പറഞ്ഞ് കേൾക്കുന്നത്. അങ്ങനെ വിശ്വസിക്കപ്പെടുന്നു. അതുകൊണ്ട് തന്നെ അതിന് സമാനമായ രീതിയിൽ ഒരു കുടുംബം എങ്ങനെയാണോ പോകുന്നത് അതിന് സമാനമായ രീതിയിലുള്ള ഒരു പ്രവൃത്തിയാണ്. തുടക്കത്തിൽ സാധാരണ മിക്ക ഉദ്യോഗസ്ഥരും വീട്ടിൽ നിന്ന് ചോറ് കൊണ്ടുവരുന്നവരാണ്. കുറച്ച് ആൾക്കാർ മാത്രമാണ് പുറത്തു പോയി ഹോട്ടലിൽ പോയി കഴിക്കുകയൊക്കെ തന്നെ ചെയ്യുന്നത്. അതുകൊണ്ട് അങ്ങനെ വന്നപ്പോഴാണ് എന്തുകൊണ്ട് നമുക്ക് എല്ലാവർക്കും കൂടി ഇരുന്ന് ഭക്ഷണം കഴിച്ചുകൂടാ എന്നുള്ളൊരു ആശയം വന്നത്. ചില ദിവസങ്ങളിൽ ചില ആൾക്കാർ ഭക്ഷണം കൊണ്ടുവരില്ല. പക്ഷേ ബാക്കിയുള്ളവർ അവർക്ക് കൊണ്ടുവരുന്ന ചോറായാലും മറ്റ് കറികളൊക്കെ ആയാലും അവർക്ക് ഈ ചോറ് കൊണ്ടുവരുന്ന ആൾക്കാർക്ക് കൂടി പകുത്ത് നൽകുന്ന ഒരു രീതി കൂടി ചവറയിലുണ്ട്, ചവറ പോലീസ് സ്റ്റേഷനിലുണ്ട്. ഈ ട്രാൻസ്ഫറായി വന്ന വ്യക്തിയാണ് അവിടുത്തെ പുതിയ SI. അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ഇങ്ങനെ ഒരു രീതി മുൻപ് വർക്ക് ചെയ്ത ഒരു സ്ഥലങ്ങളിലും കണ്ടിട്ടില്ല. ഇവിടെ മാത്രമാണ് ഇത്തരത്തിലുള്ള ഒരു സ്നേഹത്തോടു കൂടി ഉച്ചയ്ക്ക് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക. ഓരോ ആൾക്കാരുടെയും വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന ഭക്ഷണത്തിന് ഓരോ രുചിയായിരിക്കും. അവയെല്ലാം കൂടി കഴിക്കുന്ന സമയത്ത് മനസ്സ് നിറയുന്ന ഒരു രീതിയാണ്. അതിന് മൂലം വലിയ രീതിയിലുള്ള ഒരു ഐക്യം ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കിടയിൽ ഉണ്ടാക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. സാധാരണ ഈ പോലീസ് സേന എന്ന് പറയുമ്പോൾ, സേന എന്നൊക്കെ തന്നെ പറയുമ്പോൾ ഓരോ ഘട്ടം കഴിയുമ്പോഴും ഓരോ പോസ്റ്റ് വർദ്ധിക്കും തോറും അവരുടെ പവർ കൂടുകയാണ്. പക്ഷേ ഭക്ഷണത്തിലെത്തുമ്പോഴേക്കും
SHO ആണോ അല്ലെങ്കിൽ പാറാവുകാരനാണോ കോൺസ്റ്റബിൾ ആണോ അങ്ങനെയുള്ള ഒരു മാറ്റവും എല്ലാ ആൾക്കാരുടെയും പാത്രത്തിൽ നിന്ന് ഓരോരുത്തരും പകർത്തെടുത്ത് കഴിക്കുന്ന ഒരു രീതിയാണ്. അവിടെ ആ വിശ്രമമുറിയിലേക്ക് എത്തുമ്പോൾ, ആ ഭക്ഷണത്തിൻ്റെ ടേബിളിലേക്ക് എത്തുമ്പോൾ അവിടെ SHO എന്നോ അല്ലെങ്കിൽ പാറാവുകാരനെന്നോ കോൺസ്റ്റബിളെന്നോ ഒന്നും തന്നെ ഇല്ല. അവിടെ എല്ലാവരും മനുഷ്യരാണ് എന്നുള്ള തുല്യതയോടുകൂടി പോവുകയാണ്. സാധാരണ പല പഠനങ്ങളുമുണ്ട്. പോലീസുകാരിൽ മാനസികമായിട്ടുള്ള സമ്മർദ്ദം കൂടുന്നു, ജോലി സമ്മർദ്ദം കൂടുന്നു, പല സ്റ്റേഷനുകളിലും വേണ്ടത്ര സ്ട്രെങ്ത് ഇല്ലാത്ത അവസ്ഥയുണ്ട്. അതുമൂലം ഒട്ടേറെ ആൾക്കാർ ഈ പണി വിട്ടു പോകുന്നുണ്ട്. ചില ആൾക്കാർ ആത്മഹത്യ ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് തന്നെ പോയിട്ടുണ്ട്. ജോലി സമ്മർദ്ദം മൂലമാണെന്നൊക്കെ പറയപ്പെടുന്നു. പക്ഷേ ഒട്ടേറെ ആൾക്കാർ ജോലി സമ്മർദ്ദം മൂലം ഈ പണി വിട്ടുപോകുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയൊക്കെയുള്ള ആൾക്കാരുടെ ജോലി സമ്മർദ്ദം ഒന്ന് കുറയ്ക്കാൻ കൂടി ഈ ഇത്തരത്തിലുള്ള കൂട്ടായ്മകൾ സഹായിക്കും. എല്ലാ ദിവസവും അവിടെ ഒരുമിച്ചിരുന്ന് കഴിക്കുകയും ഭക്ഷണം കഴിക്കുകയും തമാശകൾ പറയുകയൊക്കെ ചെയ്യുമ്പോൾ ഒരു സ്നേഹ ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാകും. എന്തെങ്കിലും വിഷമങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പരസ്പരം ഷെയർ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു വേദി അല്ലെങ്കിൽ അതിനൊരു പാതയൊരുക്കുന്ന ഒരു സന്ദർഭം കൂടിയായി മാറുകയാണ്. എന്തായാലും ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ഇങ്ങനെയുള്ള സർക്കാർ ഓഫീസുകളിലായാലും മറ്റു സ്ഥലങ്ങളിലും ഒക്കെ തന്നെ ആയാലും നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ എന്നുള്ളത് തന്നെയാണ്. തീർച്ചയായും കാണാൻ ഇപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളോടൊപ്പം ആയാലും നമ്മുടെ കുടുംബത്തിലെ പ്രിയപ്പെട്ടവരോടൊപ്പം ആയാലും നമ്മുടെ സഹപ്രവർത്തകരോടൊപ്പം ആയാലും ഒരുമിച്ചിരുന്ന് ഇങ്ങനെ ഭക്ഷണം കഴിക്കുക, പങ്കിട്ട് കൊടുക്കുക, ഭക്ഷണം കൊണ്ടുവരാത്ത ആൾക്കാർക്ക് അത് നൽകുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എന്നും ഓർമ്മയിൽ സൂക്ഷിക്കാൻ പറ്റുന്നതാണ്, സന്തോഷം നൽകുന്നതാണ്, ഒരാശ്വാസം നൽകുന്നതാണ്. ജോലി തിരക്കുകൾക്കിടയിൽ പോലും പോലീസുകാരെ സംബന്ധിച്ച് അവർ പറയുന്നതും അങ്ങനെയാണ്. വലിപ്പച്ചെറുപ്പമൊന്നുമില്ലാതെ എല്ലാവരും ഒരുമിച്ചിരുന്ന് അവരാ ഭക്ഷണം കഴിക്കുമ്പോൾ വലിയ സ്ട്രെസ്സുള്ള ജോലിയാണ്, അതിനിടയിൽ അവർക്കൊരു ആശ്വാസവും സന്തോഷവും ഒക്കെ നൽകുന്നതാണ്. തീർച്ചയായിട്ടും പോലീസ് സ്റ്റേഷനിൽ ഇങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആർക്കൊക്കെ അത് മാതൃകയാക്കാം, ഒന്ന് ചിന്തിച്ചാൽ മതി. ശരി കണ്ണൻ.